രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744 06785. ഒരു മനുഷ്യജന്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിലൊന്നാണ് രാമായണ പാരായണം. ഈ ലോകത്തിൽ മനുഷ്യരൂപമെടുത്ത ഈശ്വരാംശത്തിൽ മര്യാദാ പുരുഷനായി അഖിലാണ്ടവും വാഴ്ത്തപ്പെടുന്ന ജന്മമാണ് രാമന്റേത്. തികച്ചും ധർമ്മനീതിയിലൂടെ എങ്ങനെ അധർമ്മത്തെ തോൽപ്പിക്കണമെന്ന കഥയാണ് രാമായണം പറയുന്നത്. അക്ഷയ കാറ്ററിംഗ് രാമാമൃതം ഇന്ന് രാമായണ പാരായണം നടത്തുന്നത് പന്നിമറ്റം സ്വദേശിനിയായ ചെറുകര രാധാമണിയമ്മ NK ആണ്. സ്വാമി അയ്യപ്പദാസാണ് ഇന്നത്തെ രാമായണ പാരായണം ഭാഗത്തെ കഥാസന്ദർഭവും സന്ദേശവും നമ്മൾക്കായി വിശദീകരിക്കുന്നത്. മിഥിലാപുരിയിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് ഭരതനും ശത്രുഘ്നനും തൻ്റെ മാതുലനടുത്തേക്ക് പോവുകയും അവരവിടെയായി തീരുകയും ചെയ്തു. യാതൊരു വിധത്തിലും രാമാഭിഷേകം നടക്കാൻ നിവൃത്തിയില്ല എന്ന് വന്നപ്പോൾ അങ്ങേയറ്റം സങ്കടം അനുഭവിച്ച ദശരഥൻ കൈകേയിയുടെ കൊട്ടാരത്തിൽ നിന്നും കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് തിരികെ പോവുകയാണ്. ലക്ഷ്മണൻ ഈ വിഷയങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അങ്ങേയറ്റം ക്രോധം പറയുകയും ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല, രാമൻ തന്നെ രാജാവായി വാഴണം, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ ദശരഥനെ കാരാഗൃഹത്തിൽ അടച്ചിട്ടായാൽ പോലും രാമനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യാനുള്ള കൽപ്പ് തനിക്കുണ്ടെന്ന് പറയുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. രാമസീതാ തത്വമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരാണ് രാമൻ? വേദങ്ങൾ വീണ്ടെടുക്കാൻ ഹയഗ്രീവനെ കൊന്ന് ആദ്യ അവതാരം മത്സ്യം, അത് രാമൻ തന്നെ. പാലാഴി മഥനത്തിലെ സമുദ്രാന്തർഭാഗത്തേക്ക് ആണ്ടുപോയ മന്ദരപർവ്വതത്തെ തൻ്റെ പൃഷ്ഠേ ധരിച്ച കൂർമ്മം, അതും രാഘവൻ തന്നെ. ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ തേറ്റമേൽ ഉയർത്തിയത് വരാഹം, അതും രാമൻ തന്നെ. ലോകരക്ഷണത്തിനും പ്രത്യേകിച്ച് പ്രഹ്ലാദ രക്ഷയ്ക്കും വേണ്ടി ഹിരണ്യകശിപുവിനെ വധിച്ചത് നരസിംഹം, അതും ഈ രാമൻ തന്നെ. അതിഥിപുത്രനായി പിറന്ന് മഹാബലിയോട് 3 അടി ഭൂമി യാചിച്ച് അളന്നെടുത്ത വാമനൻ, അതും ഈ രാമൻ തന്നെ. പിന്നീട് ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനായി പിറന്ന ക്ഷത്രിയരുടെ ഹന്താവായി മാറിയ പരശുരാമൻ, അതും ഈ രാമൻ തന്നെ. ദശരഥപുത്രനായി പിറന്ന രാമൻ മറ്റാരുമല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്.
രാമൻ്റെ അവതാര ലക്ഷ്യം എന്ന് പറയുന്നത് ലോകകണ്ടകനായ രാവണനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. ഈ വസ്തുതകളെല്ലാം ആണ് ഇന്നത്തെ പാരായണത്തിൽ ഉണ്ടാവുന്നത്. ഹരി ശ്രീ ഗണപതായ നമഃ. ശ്രീരാമ രാമ 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 ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ 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 ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ 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 സീതാഭിരാമ രാമ. ശ്രീരാമ രാമ 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 ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ 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 രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അന്നേരമാദിത്യനുമുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിനും. എന്തൊരു മൂലമതീനെന്നു മാനസേ ചിന്തിച്ചു മന്നം തഥാ. മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരു അന്തഃപുരമകം ബുക്കാനതിദ്രുതം. രാജീവമിത്ര ഗോത്രോത്ഭുത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്നിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ. ചിത്താകുലതയ കണ്ടു സുമന്ത്രരും സത്വരം കൈകേകി തന്നോടു ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേകി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ. ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേകിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ. സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന സ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജാവചനമനാകർണ്യ ജ്ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യസുധനോടു ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടുകൂടവേ. സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം നാഥാതന്മരുവിടും. മന്ദിരെ ചെന്നു പിതാവിൻ പദദ്വയം വന്നിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ. ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമേതി പറഞ്ഞു മോഹിച്ചോരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരമാരൂഢ ശോകം വിലാപം തുടങ്ങിനാർ.
രോധനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം പൊക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു. നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കിലെളുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. പത്രുദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദാതി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു. ചിത്തഹിതം നൃപേന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടു വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസാം. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നതു താതേനറിയുക നീ. സത്യവശേന സമ്പദ്ധനാം താതനെ സത്വരം ദീക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ. പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്രസമുദ്ഭവനെന്നതറിയുക നീ. മാതൃവചന ശുലാഭിഹിതനായ മേദിനി പാല കുമാരനാം രാമനും. എത്രയോ മേറ്റം രഥേതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ. താഥാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം. മാനസേ ഖേദമെതിനില്ലെനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാലെന്നറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പാനറിയുക നീ. പാവകൻ തങ്കൻ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ജറ്റില്ലെനിക്കെന്നറിയുക നീ. താതകാര്യമനാജ്ഞാപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്ര നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമേനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചങ്ങടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്ന സജ്ജന മിഥമെല്ലാം പരിജ്ഞാതം മയാ സുതാം. ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേകിയും രാമനോടാശു ചൊല്ലിടിനാളാധരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടേനാധരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താപസാവേഷ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതെന്തിനൊരു വൈഷമ്യമായതും. ചെയ്ക അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവേൻ വനത്തിനു മാധവേ എന്നതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂരവും തൃപ്തനാക്കിയിടുവാൻ താതനു തന്നെ യൗവനം നൽകി ജരാധരെയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ലവകാശം. രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ശ്രീജിതനായ ദീകാമുഖനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ. പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതു മകപ്പെടാ. അല്ലാകിൽ എന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുദേ രാഘവാം.
പൃഥ്വിപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പലജാതി പറകയും കണ്ണുനീരോലോല വാർത്തുകരകയും നന്നായി മുറുകെ തഴുകിയും പിന്നെ ചുടെ ദീർഘമായി വീർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നെ കൈയാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയഗോവിതൻ ദധാം. എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ, സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയോ മില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിടുന്നിക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവാൻ, ഓർക്കിലെ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തെങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവിനിക്കോ വിധിച്ചതോ നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം ബുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമദേവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൾ. രാമനുപഗതനായതു കണ്ടില്ലേ ഭൂമി ബാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്നേതരം മുറുകെ പുണർന്നിടിനാൻ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമകളേബരം മന്നം തലോടി പറഞ്ഞിടിനാൻ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നിടു പൂജിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ല അമ്മേ, ക്ഷിപ്രവരണ്യവാസത്തിനു പോകണം. മുൽപ്പാടുകയാം പുത്രിയാം അമ്മയ്ക്ക് മൽപിത രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ. തന്നെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ. ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവാൻ. പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ള ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴണം ഭരതനെന്നാകിൽ നീ കാടുവാഴണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചിതു കൈകേകിയോടു നീ ചിന്തിക്ക ഭൂവനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവിൻ മാനവവംശവും പിന്നെ മുടിഞ്ഞുപോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാ ലോകങ്ങളെല്ലാം ദഹി
ദഹിച്ചു പോകും വണ്ണം. രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലമെന്തിനു കാരണമുണ്ടുവാൻ. പ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ദ്രവാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകമോരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവാൻ. ബന്ധമില്ലേതുമിതിന്നു ശോഹിപ്പതിനന്തർമുദാ വസിച്ചിടുക മാധവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേവരൂ. യുദ്ധം പറഞ്ഞു ലോകത്രയം തദൃശ ദഗ്ധമമ്മാറു സൗമിത്രി നിൽക്കും നേരം. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെയ്തു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു. സുന്ദരനിന്ദിരാ മന്ദിര വത്സന നന്ദസ്വരൂപനിന്ദിരാ വിഗ്രഹൻ. ഇന്ദീവരാക്ഷ നിദ്രാതി വൃന്ദാരക വൃന്ദവന്ധ്യാഗ്രയോക്മാരവിന്ദൻ പൂർണ്ണ. ചന്ദ്രബിംബാനന ബിന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദാര ദാരുരൂപൻ. 7ാം സങ്കല്പം ലക്ഷ്മണ സാന്ത്വനം. വത്സേ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതോ മുന്നവേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും. എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയാമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലെ തൽപ്രയാസം തവ യുക്തമതല്ലാകിലെന്തീനാൻ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായ സുമോർക്ക നീ. വന്യസന്തപ്തലോകസ്താംബുബിന്ധുനാ സന്നിഭം മർത്യജന്മം ക്ഷണപങ്കുരം. ചക്ഷുശ്രവണകളസ്ഥമാം ദർധുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല തേജസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാത്ര കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്തൻ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യമാഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനദ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാഥപ്പതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതു ദേയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതും അറിവിലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചേർത്ത മോഹേന മരിക്കുന്നതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയൂ നിലമായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതും അറിയാതെ. കാലാസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംഭാംബു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെ പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം.
മൃത്യും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹമെന്നാമേഠിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി ക്രമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരക്താസ്തി വെൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൂ നിധിദ്രവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസധാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ല എന്നറിയുക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാധാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ആത്മാവെന്നു മോഹൈഹന്ത്രിയായുള്ളതു വിദ്യകൾ. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടോ. മാതാപിതൃഭാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയാകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമേനായതു നിർണയം, വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം, സന്തതം ശാന്തിയെ കാമസുരഭികൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പതാത്മാവുകൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി. നിർവികൽപ്പം പരം നിർവികാരം ഘനം, സർവൈക കാരണം സർവജഗന്മയം. സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം, സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖദം, പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങൾ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ, ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്വങ്ങൾ നിന്നാശുകളക നീ. മാനമല്ലോ പരമപദാമാസ്പദം. സൗമിത്രി തന്നോട് ഈ വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്. ആത്മാവിയെ അറിയാത്ത അവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടനുൾക്കനീവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലൊന്നിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങുറച്ചിടണം. അമ്മയും ഭർതൃകർമാനുകരണമത്രേ വാദിവൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം. മാതാവ് മോധാലനുപതിച്ചിടുകയിലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടടുത്തുൽ സംഘസേപ്നി ചേർത്താധരാൽ മൂർത്തനെ
ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാൾ ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നിടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച മത്മാസന പുഷ്ടദയാപ്തേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വേത്രാരെ മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി സ്വർഗസ്ഥിതിലയാകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ. ഈ 7 സംവത്സരം കാനനെ വസിച്ചാരാവരീകന്നനുവദിച്ചിടിനാൻ. തക്ഷണേ രാഘവം നത്വാ സഗത്കഥം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോം. ത്വൽപാദ സേവാർത്ഥമായ എന്നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളവനെന്നുമേ. മോധാലതിനായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്രദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലാകിലേണാങ്ക തുല്യവധന രഘുപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാഥരാൽ പങ്കജാലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു. കാഞ്ചനാപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാത്രക്കാൽ കഴുകിച്ച സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ. വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദന്തവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യാലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതീ രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വിപതി സുതൻ താനും അരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതേനറികടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. പത്രുവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാകന്ത ചൊല്ലിടിനാൻ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പോറാതോളമാസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരൂപതി നിന്നു തോന്നിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോട് വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്നീകുല മൗലി മാലികേ കേൾക്ക നീ. മന്നവൻ കേകയാ പുത്രിയാം അമ്മയ്ക്കു മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. ഭിന്നവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു താതനതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു. ദണ്ഡകാരണ്യ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവാൻ ഞാൻ. നീ അതിന്നേതും മുടക്കം പറകൊല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു ആകാശ ശിമൂഹി താനും അരുൾ ചെയ്തു. മുന്നിൽ നടപ്പാൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹാവ്യാക്രസൂകര സൈരിഭ വാരണവ്യാളഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ
എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്വ നിന്നു തന്നെ നിന്തിരുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ വന്ന സ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമെന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായി കൊണ്ടു ചെയ്യുക നീ ജാനകി ഹാരാദിഭൂഷണമൊക്കവേ യഥാമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് വൃത്തി സുരോത്തമന്മാരെ വരുത്തുക. നദ്യാധരാമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥമതിയില്ലാതോളമതാ മാധരാൽ സ്വതൃത്തരായി കുലശീല ഗുണങ്ങളായി ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാധരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയിൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടിന ഇന്നദീനശ്രൂജന ജലങ്ങളും ജാനകി ദേവിയും അമ്പോടരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണ വീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമുര ചെയ്തു. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളണം പിരിയാതെ രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ മായാവിഹീനം ഈ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാധരവോടു തൊഴുതു സൗമിത്രിയും തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്നിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യകളേബരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുപടി നാനാ ജഗധവേ രാമനാത്മാ രമനാംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാകന്ത കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിമ്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്ത മൃദുധര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്ന് കൽപ്പിച്ചു വൃത്തീശ ചിത്തം കഠോരമത്രേ തുലോം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ലിന്നലെയോളവും. ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകയാ പുത്രിക്കു രണ്ടു നൃപ നേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നതു വനത്തിനു ഭരതനും വാഴുന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാർ പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവ മരുൾ ചെയ്തിതന്നേരം. രാമസീത തത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവീനെ വരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായ ധനന്ദൻ ജനകജ
ലക്ഷ്മി ഭഗവതി ലോകമായാവര. മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണു രൂപം പൂണ്ടു. നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരാനാത്യനജൻ പരമാത്മാവു സാധരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ ദ്രിജവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനു ഭക്തി പ്രസന്നനായി ദേവൻ മകേരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാഥോനിധി മഥനെ പണ്ടുമന്നരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു വൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമേ രാഘവൻ. നർഹാദ്രമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ. ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശീഭുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോട അവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നിതി. ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ. ധാത്രി സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രി പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രിവരനായ രാഘവനാമിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുധവരനായി പിറന്നിടിനാൻ. രാത്രിയും ജരാകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൻ. കാരണം മന്ധരയല്ല കൈകേകിയെല്ലാരും ഭ്രമിക്കായ്ക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ. വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിയിലയ കാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദങ്ങളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരഹൂത്തമൻ. ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണനന്ദനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ. പങ്ക്തിരഥാവിഷ്ടസിദ്ധാർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലീശന്മാരെ മനുഷ്യനായി ഈശ്വരൻ. രാമാവിഷയം ഈ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായൊരു
വാരാന്യതയിൽ മുഴുകിനാനേവരും രാമസീതാ രഹസ്യം മുഹൂരീദൃശ ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയോ മാമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നുള്ളേ. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744406785.